പുറപ്പാട് 33 അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഈ വേദഭാഗവും സഭകൾ ആഭരണധാരണത്തിനെതിരെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇവിടെ ദൈവം ആഭരണം മാറ്റാൻ ആവശ്യപ്പെട്ടത് ആഭരണം ഒരു പാപമായതുകൊണ്ടല്ല, മറിച്ച് അതൊരു ദുഃഖാചരണത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ സംഭവത്തെ നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം. 1. പശ്ചാത്തലം. സ്വർണ്ണക്കാളക്കുട്ടി സംഭവം തൊട്ടുമുമ്പുള്ള അധ്യായത്തിൽ പുറപ്പാട് 32-ൽ മോശെ പർവ്വതത്തിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കി. ചരിത്രം നോക്കിയാൽ മിസ്രയീം ദേശത്തുള്ളവർക്ക് ഉണ്ടായിരുന്നതുപോലെ അല്ലെങ്കിൽ അവർ ആരാധിച്ചതുപോലെ ഒരു പൊൻകാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. അതായത് ഈ കാളക്കുട്ടിയാണ് ഇസ്രായേൽ ജനത്തെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞു. അതിനാൽ ഈ വലിയ പാപം മൂലം ദൈവത്തിന് ജനത്തോട് കഠിനമായ കോപമുണ്ടായി. ദൈവം അവരെ വഴിയിൽ വെച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞ സാഹചര്യമാണിത്. കൂടാതെ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ സാഹചര്യവും ഇവിടെ നിന്നാണ്. അതായത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്നതിനർത്ഥം ദൈവത്തിന് പകരമായി ഒന്നും അരുത് എന്നാണ്, അല്ലാതെ ഒരു വിഗ്രഹം അരുത് എന്ന് അർത്ഥമാക്കുന്നില്ല. 2. ആഭരണം മാറ്റിയത് ദുഃഖാചരണത്തിന്റെ ഭാഗമായി 4-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. പഴയകാല സംസ്കാരത്തിൽ വലിയൊരു ദുരന്തം വരുമ്പോഴോ മരണം നടക്കുമ്പോഴോ ദൈവത്തോട് പശ്ചാത്തപിക്കുമ്പോഴോ ആളുകൾ തങ്ങളുടെ സന്തോഷത്തിന്റെ പ്രതീകമായ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും മാറ്റിവെച്ച് ചാക്കുടുത്തും ചാരത്തിരുന്നും ദുഃഖിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ തെറ്റിനെ ഓർത്ത് ദൈവത്തിന് മുൻപിൽ വിനയപ്പെടാനും ദുഃഖം പ്രകടിപ്പിക്കാനുമാണ് ആഭരണങ്ങൾ മാറ്റിവെച്ചത്. 3. ഹോരേബ് പർവ്വതം മുതൽ ആഭരണം ധരിച്ചില്ല എന്നതിന്റെ അർത്ഥം 6-ാം വാക്യത്തിൽ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല എന്ന് പറയുന്നു. ഇതിന്റെ അർത്ഥം അവർ ജീവിതകാലം മുഴുവൻ പിന്നീട് ആഭരണം ധരിച്ചില്ല എന്നല്ല. ഹോരേബ് പർവ്വതത്തിൽ വെച്ചാണ് സമാഗമന കൂടാരത്തിന്റെ പണി ആരംഭിക്കുന്നത്. തൊട്ടടുത്ത അധ്യായങ്ങളിൽ പുറപ്പാട് 35-22 വാക്യം ജനം തങ്ങൾ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ദൈവാലയ നിർമ്മാണത്തിനായി മനസ്സോടെ ഊരി നൽകുന്നതായി നാം കാണുന്നുണ്ട്. അതായത് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് അവർ ആഭരണങ്ങൾ മാറ്റിവെക്കുകയും പിന്നീട് അവ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാതെ ദൈവത്തിന്റെ കൂടാര നിർമ്മാണത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തു എന്നതാണ്. പഴയ നിയമകാലത്ത് വലിയ ദുഃഖം, പശ്ചാത്താപം അല്ലെങ്കിൽ ദൈവകോപം എന്നിവ ഉണ്ടാകുമ്പോൾ ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും മാറ്റിവെച്ച് ചാക്കുടുത്തും ചാരത്തിൽ ഇരുന്നും പ്രാർത്ഥിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ പൊതുവായ ഒരു സാംസ്കാരിക രീതിയായിരുന്നു. ബൈബിളിൽ ഇതിന് വ്യക്തമായ തെളിവ് നൽകുന്ന ചില പ്രധാന സംഭവങ്ങൾ താഴെ പറയുന്നവയാണ്. 1. യോന പ്രവാചകനും നിനെവെ രാജാവും. യോന 3-5 മുതൽ 6 വരെ വാക്യങ്ങൾ. യോന പ്രവാചകൻ നിനെവെ നഗരത്തിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ അവിടുത്തെ ജനവും രാജാവും ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കാൻ തീരുമാനിച്ചു. നിനെവേയിലെ രാജാവിനു ഈ വർത്തമാനം എത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്നു എഴുന്നേറ്റു തന്റെ രാജവസ്ത്രം മാറ്റിവെച്ചു, ചാക്കുടുത്തുകൊണ്ടു ചാരത്തിൽ ഇരുന്നു. ഇവിടെ വലിയൊരു നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രാജാവ് തന്റെ പ്രൗഢിയുടെയും സന്തോഷത്തിന്റെയും അടയാളമായ നല്ല വസ്ത്രങ്ങൾ മാറ്റിവെക്കുകയാണ് ചെയ്തത്. 2. അഹബാവ് രാജാവിന്റെ പശ്ചാത്താപം. 1 രാജാക്കന്മാർ 21-27 വാക്യം ഏറ്റവും ദുഷ്ടനായ അഹബാവ് രാജാവിനെതിരെ ഏലിയ പ്രവാചകൻ ദൈവത്തിന്റെ ന്യായവിധി പ്രഖ്യാപിച്ചപ്പോൾ അവൻ ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്തു. അഹബാവ് ഈ വചനങ്ങളെ കേട്ടപ്പോൾ തന്റെ വസ്ത്രം കീറി ശരീരത്തിന്മേൽ ചാക്കുടുത്തു ഉപവസിച്ചു ചാക്കിൽ കിടന്നു. സാവധാനമായി നടന്നു. ദൈവകോപത്തിന് മുൻപിൽ താൻ വിനയപ്പെടുന്നു എന്ന് കാണിക്കാൻ രാജാവ് തന്റെ ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച സംഭവമാണിത്. 3. എസ്തേർ രാജ്ഞിയുടെയും മൊർദെഖായിയുടെയും ദുഃഖാചരണം. എസ്തേർ 4-1 മുതൽ 4 വരെ വാക്യങ്ങൾ. യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കാൻ ഹാമാൻ രാജകൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മൊർദെഖായിയും എസ്തേർ രാജ്ഞിയും വലിയ ദുഃഖത്തിലായി. മൊർദെഖായി തന്റെ വസ്ത്രം കീറി ചാക്കുടുത്തു ചാരവും പൂശിയാണ് ദൈവത്തോട് നിലവിളിച്ചത്.
അന്തഃപുരത്തിലായിരുന്ന എസ്തേർ രാജ്ഞി ദുഃഖസൂചകമായി തന്റെ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കാതെ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവസന്നിധിയിൽ ഇരുന്നു. 4. ഇയ്യോബിന്റെ ഇയ്യോബ് 1:20 തന്റെ മക്കളും സമ്പത്തും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ വലിയ ഭക്തനായ ഇയ്യോബ് തന്റെ ദുഃഖം പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റു തന്റെ മേലങ്കി കീറി തല മുണ്ഡനം ചെയ്തു നിലത്തു വീണു നമസ്കരിച്ചു. ഉപസംഹാരം. ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് പഴയകാലത്ത് ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും മാറ്റിവെക്കുന്നത് പശ്ചാത്താപത്തിന്റെയും ആത്മവിനയത്തിന്റെയും അടയാളമായിരുന്നു എന്നാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ഇസ്രായേൽ ജനം ആഭരണം മാറ്റിയതും ഇതേ പശ്ചാത്താപത്തിന്റെ ഭാഗമായിട്ടായിരുന്നു, അല്ലാതെ അത് ആഭരണം പാപമായതുകൊണ്ട് ദൈവം എന്നേക്കുമായി നിരോധിച്ചതല്ല.